love me. Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake. നമ്മൾ ഇന്ന് ഒരു ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു മോഡൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ 2 പീസ് വരുന്ന ഒരു ചുരിദാറാണ് ഞാൻ ഇന്നിവിടെ തയ്ക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ തുണിയും ബ്ലാക്ക് കൂടിയ ഒരു തുണിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെൽവെറ്റിൻ്റെ ആണ്. നമുക്കിതിനെ എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ വെട്ടാനായിട്ട് തുണി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ സൈഡ്. ഇത് 4ആയിട്ടാണ് ഞാനിപ്പോൾ മടക്കി ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഒരു ഷീറ്റ്. അതിനെ 2ആയിട്ട് നമ്മൾ മടക്കി അതിനെ ഒന്നുകൂടെ നമുക്ക് മടക്കണം. ഇതിനെ നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ടു. ഇങ്ങനെയാണ് നമ്മൾ ചുരിദാർ വെട്ടാനായിട്ട് എടുക്കുന്നത്. ഇതിന് നമുക്കൊന്ന് വെട്ടാം. ഇതിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഇത് ബോട്ട് നെക്കിൻ്റെ ചുരിദാറാണ്. നമ്മൾ സാധാരണ നെക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ അളന്നെടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ തുണിയിൽ നമ്മൾ അളവുകൾ രേഖപ്പെടുത്താൻ പോവാണ്. അതിന് നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി ആദ്യം ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒരു ലൈൻ കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഷോൾഡറിന് വരുന്ന സ്റ്റിച്ചിങ് ഗ്യാപ്പാണ്. അത് നമ്മൾ ഒരു ലൈൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷോൾഡർ എഴുതാൻ പോവാണ്. ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് 11 ഇഞ്ചാണ് ഷോൾഡറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. 11 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 5.5 കിട്ടും. ആ 5.5 നമ്മളിപ്പോൾ ഇവിടെ ഇനി രേഖപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ 5.5 ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ 5.5 എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ നെക്കിനും ഷോൾഡറിനും സ്റ്റിച്ചിങ് ഗ്യാപ്പ് പോകണം. അതിനുവേണ്ടി നമ്മൾ 1 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി ഇവിടെ എടുത്തു. 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ മൊത്തം 6.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നെക്കിനും ഷോൾഡറിനും കൂടെ പോകേണ്ടത് കൊണ്ട് നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ടത് നെക്കിന്. ഇനി നമുക്ക് അളവെടുക്കാം. നെക്കെന്ന് പറയുമ്പം 5.5 ഇഞ്ച് ആണ് നമ്മുടെ ഷോൾഡറിൻ്റെ കറക്റ്റുമുള്ള സ്പേസ് കൂട്ടാതെ 5.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ കൂട്ടുന്നത്. 6.5 ഇഞ്ചിൻ്റെ പകുതിയല്ല, 5.5 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് ആദ്യം ഒന്ന് അടയാളപ്പെടുത്താം. 5.5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. നമ്മൾ 2.25 ഇഞ്ച് ഇതിനകത്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം 1/2 ഇഞ്ച് പുറകോട്ടാക്കി നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. കാരണം ഇതാണ് നമ്മുടെ 5.5 ഇഞ്ച് 2.25 ഇഞ്ച്. അതിലൊരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റിയാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2.25 ഇഞ്ചായിരുന്നു. അതിനെ നമ്മൾ 2.25 ഇഞ്ചായിട്ട് മാറ്റി. കാരണം 1/2 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അത് പുറകോട്ടല്ല നമ്മൾ എടുക്കുന്നത്. അതെപ്പോഴും നെക്കിനെപ്പം നമ്മൾ സ്പേസ് വിട്ടാലും അത് ഫ്രണ്ടിലേക്ക് കയറ്റിയെടുക്കണം. കാരണം ഇവിടെയാണ് ഇത് നമ്മൾ മടക്കി അടിക്കുന്നത്. ഇത് ഫ്രണ്ടിലോട്ട് കയറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്കിന് കഴുത്ത് ഇറങ്ങിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇത് നേരെ മുന്നോട്ടാണ് നമ്മൾ അളവിടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് കൂട്ടാം. ഷോൾഡർ നമുക്ക് എന്തായാലും കൂടുതൽ തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഷോൾഡറും 2.25 ഇഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് കൂടുതലാണ്. 3 ഇഞ്ചെന്നാണ് കാണിക്കുന്നത്. കാരണം 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പ് പോകുന്നത് കൊണ്ട് 3.5 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് അടയാളപ്പെടുത്താം. ഇതാണ് നമ്മുടെ ഷോൾഡറും. നമ്മളിനി നെക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് നോക്കാം. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്താണ് നമ്മൾ എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ചാണ്. നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. പക്ഷേ നമ്മൾ വെട്ടുമ്പം 2.5 ഇഞ്ചിൽ നമ്മൾ വെട്ടാൻ പാടുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കണം. 2.5 ഇഞ്ചിൽ വെട്ടിയാലേ നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പ്, അതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഗ്യാപ്പ്. ഇല്ലെങ്കിൽ അത് വിട്ടുപോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇതിപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് നെക്കിനെങ്കിലും 2 ഇഞ്ച് എടുത്തതിൻ്റെ കാരണം ഇത് നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് വേണ്ടതുകൊണ്ടാണ് 1/2 ഇഞ്ച് നമ്മൾ
കൂട്ടി ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ കഴുത്ത് വലുതായി പോവും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിന് നമുക്ക് 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. പക്ഷേ എങ്കിൽ നമുക്കത് 4.5 ഇഞ്ച് എടുക്കാവേ. 4.5 ഇഞ്ച് എടുത്ത് അത് നമുക്കൊന്ന് യോജിപ്പിക്കാം. വട്ടക്കഴുത്തല്ല ഞാൻ ഇതിന് വെക്കുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് നമ്മൾ മേളോട്ടാക്കി ഒരു അടയാളം കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഈ എൻഡിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് എന്തായാലും നമുക്ക് റൗണ്ട് നെക്ക് തന്നെ വെക്കാം. അതിന് 1 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോൾസ് വരയ്ക്കാം. ആം ഹോൾസ് എനിക്ക് 8 ഇഞ്ചാണ് ആം ഹോൾസ്. നമുക്കത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. 8 ഇഞ്ച് നമ്മളത് അടയാളപ്പെടുത്തി അതിനെ ഇനിയൊന്ന് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ചെസ്റ്റ് അളക്കാം. നമ്മുടെ അളവ് തുണിയിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് അളന്നെടുക്കുകയാണ്. അതായത് ഈ ആം ഹോൾസിൻ്റെ എൻഡും ഈ ആം ഹോൾസിൻ്റെ എൻഡും കൂട്ടിയാണ് നമ്മൾ ചെസ്റ്റ് അളക്കുന്നത്. എനിക്കിവിടെ 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 18 ഇഞ്ച് നമുക്കതൊന്ന് നമ്മുടെ വെട്ടുന്ന തുണിയിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തും. അത് 15-ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് എടുക്കുന്നത്. നമുക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്താം. 9 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് അതിന് സ്റ്റിച്ചിങ് ഗ്യാപ്പും ലൂസും വേണം. അതിന് നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പും ലൂസും കൊടുത്തു. ഇതാണ് നമ്മുടെ ചെസ്റ്റ്. ഇനി നമുക്കിതിന് വേണ്ടത് ഷേപ്പ് റൗണ്ടാണ്. നമുക്ക് ഷേപ്പ് റൗണ്ട് ഒന്ന് എടുക്കാം. അതായത് ഈ ഷോൾഡറിൽ നിന്ന് 12 ഇതാണ് നമ്മുടെ ഷേപ്പ് റൗണ്ട്. അത് നമുക്ക് ഏത് അളവ് തുണിയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷോൾഡറിൽ നിന്ന് നമുക്ക് ഈ കറക്റ്റ് അളവൊന്ന് അളന്നെടുക്കണം. ഇത് എന്തോരം ഉണ്ട് എന്ന് നമുക്ക് അളക്കാം. അളന്നിട്ട് ഇത് 13 ഇഞ്ചിലാണ് നമുക്ക് ഷേപ്പ് റൗണ്ട് വന്നിരിക്കുന്നത്. ആ 13 ഇഞ്ച് നമ്മൾ എടുത്തു. ഇനി അതിനെ ഒന്ന് നമുക്ക് ഷേപ്പ് റൗണ്ട് എടുക്കാം. അപ്പോൾ എനിക്കിവിടെ 16 ഷേപ്പ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, 16 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെട്ടുന്ന തുണിയിലും അങ്ങനെ ചെയ്യണം. കാരണം ഷോൾഡറിൽ നിന്ന് നമ്മൾ 13 ഇഞ്ച് താഴ്ത്തി നമ്മൾ ആദ്യം ഒരു പോയിന്റ് കൊടുക്കുന്നു. ആ പോയിന്റിലാണ് നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. 16 ഇഞ്ചിൻ്റെ പകുതി ഇനി നമ്മൾ എടുക്കണം. 16 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പം 8 അത് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. 8 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടി എടുത്തു. ഇതാണ് നമ്മുടെ ഷേപ്പ് റൗണ്ട്. ഇനി അത് രണ്ടും നമ്മുടെ ചെസ്റ്റും ഷേപ്പ് റൗണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചുരിദാറിന് സ്ലിറ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് സ്ലിറ്റിൻ്റെ ലെങ്ത്തും കൂടി നമുക്കൊന്ന് നോക്കണം. നമ്മുടെ ഈ അളവ് തുണിയിൽ നിന്ന് തന്നെ നമ്മൾ സ്ലിറ്റ് ഒന്ന് അളക്കാം. എന്തോരം ഉണ്ടെന്ന് അത് നമ്മൾ അളക്കുന്നത് ഷോൾഡറിൽ നിന്ന് സ്ലിറ്റ് വരെ നമ്മൾ ആദ്യം ഒന്ന് അളക്കണം. ഇത് 19 ഇഞ്ചിലാണ് എനിക്ക് ഇതിൻ്റെ ഷോൾഡർ വന്നിട്ടുള്ളത്, സ്ലിറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിനി അത് തന്നെ ഈ വെട്ടുന്ന തുണിയിലേക്ക് നമുക്കൊന്ന് അളക്കാം. ഷോൾഡറിൽ നിന്ന് 19 ഇഞ്ച് താഴ്ത്തി നമ്മൾ ആദ്യം ഒരു മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ വിട്ട് നോക്കണം. ഈ സ്ലിറ്റ് എന്തോരം വിട്ടിലാണുള്ളത് എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. രണ്ട് സ്ലിറ്റും തമ്മിൽ എത്ര ഉണ്ട് എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതെനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 22.5 ഇഞ്ചാണ് സ്ലിറ്റിനെ കിട്ടിയിട്ടുള്ളത്. നമ്മളതിനെ പകുതി എടുക്കണം. 22.5 ഇഞ്ചിൻ്റെ പകുതി എടുത്ത് നമ്മളിതിലേക്ക് അടയാളപ്പെടുത്തണം. 22.5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 11.25 അത് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം.
നമുക്കിനി സ്ലിറ്റിന് അധികം തുണി മടക്കി അടിക്കേണ്ടാത്തത് കൊണ്ട് ഇവിടെ എത്ര ഇഞ്ച് തുണിയുണ്ടോ അത്രയും ഇഞ്ച് തുണി തന്നെ നമുക്ക് വെക്കാം സ്ലിറ്റിന്. അപ്പോൾ മൊത്തം ഇതാണ് നമ്മുടെ തുണിയുടെ അളവ്. നമ്മൾ സ്ലിറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് താഴേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 40 അരയാണ് നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്. അത് നമ്മൾ ഇനി ഈ തുണിയിൽ നിന്ന് അടയാളപ്പെടുത്തുന്നു. കറക്റ്റ് 40 ഇഞ്ച് നമ്മുടെ തുണിയിലുണ്ട്. അതൊന്ന് മടക്കി അടിക്കാനുള്ള ഒരു ശകലം തുണിയും കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് തുണി, അത് കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ 2 ലൈനും ചേരുന്ന എൻഡിൽ നിന്നും നമുക്ക് അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് ഒരു കർവ് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ആം ഹോള്. അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാക്ക് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ നിന്നൊരു ഭാഗം മാറ്റണം. ബാക്ക് പാർട്ട് നമ്മൾ മാറ്റണം. നമ്മൾ ബാക്ക് നെക്ക് വെട്ടി. അതിനുശേഷം നമ്മൾ ആ ബാക്കിലെ പാർട്ട് നമ്മൾ മാറ്റി. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും വെട്ടാം. നമ്മുടെ ഫ്രണ്ട് നെക്കും നമ്മളിപ്പം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇവിടെയാണ് നമ്മൾ മറ്റേ ബ്ലാക്ക് ക്ലോത്ത് വരുന്നത്. അതിന് നമുക്ക് എന്തോരം വേണം എന്ന് നമുക്ക് ഇവിടെ ഒന്ന് അളവെടുക്കാം. നമ്മളിനി ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള ആ പീസ് കട്ട് ചെയ്യണം. അതിൽ നമുക്ക് ഷോൾഡറിൽ നിന്ന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഇറക്കി നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്നും ഞാൻ 7 ഇഞ്ച് മാറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് തന്നെ ഈ ഷോൾഡറിലും നമ്മൾ ചെയ്യണം. കറക്റ്റ് അതേ ഷോൾഡറിൽ നിന്ന് 7 ഇഞ്ച് മാറ്റി ഒരു ലൈന് നമ്മൾ വരച്ചു. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം. നമ്മളതൊന്ന് കൂട്ടി യോജിപ്പിച്ചു. ഇനി മേളിലത്തെ എന്തോരം വീതി വേണമെന്ന് നമുക്ക് ഒന്ന് അളക്കാം. നമുക്ക് ആം ഹോൾസിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി, അത് തന്നെ ഈ ആം ഹോൾസിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി നമുക്കൊന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ ആ 2 ലൈനും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ചിലാണ് നമ്മളിപ്പം പീസ് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതിന് 8 ഇഞ്ചിൽ നമ്മൾ ബ്ലാക്ക് പീസ് വെക്കുന്നത്. ഇനി അതിൻ്റെ ലെങ്തും കൂടി നമുക്കൊന്ന് അളന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഡോട്ടിൽ നിന്ന് സ്പേസ് ഇല്ല, ക്ലിയർ ചെയ്യല്ലേ?
33 കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തു. അത് തന്നെ ഇപ്പോഴത്തെ ഇവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് താഴേക്ക് ആ അളവും കൂടി ഒന്നെടുക്കണം. അതും നമുക്ക് കിട്ടിയിരിക്കുന്നത് 33 ഇഞ്ചാണ്. നമ്മൾ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഈ 2 ഡോട്ടും കൂടെ നമുക്കൊന്ന് അളന്ന് നോക്കാം അത് എത്ര ഇഞ്ച് കിട്ടുന്നുണ്ടെന്ന്. കണ്ടോ, അത് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. 8 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. അപ്പം മേലത്തെയും താഴത്തെയും ഒരേ ഇഞ്ചിനാണ് 8 ഇഞ്ച്. ഇനി നമുക്ക് അത് ഈ തുണിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് നമുക്ക് അളക്കണം. ആ ലെങ്ത് നമ്മൾ അളന്നപ്പോൾ നമുക്ക് 33 ഇഞ്ചാണ് കിട്ടിയത്. നമ്മൾ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഈ പീസാണ് നമ്മൾ അതിൽ വെക്കുന്നത്. അപ്പം അതിന് നമുക്ക് ടോട്ടൽ ലെങ്ത് ഒന്ന് ആദ്യം അളന്ന് നോക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 38 ഇഞ്ചാണ്. 38 ഇഞ്ചാണ്. നമുക്ക് 33 ഇഞ്ച് മതി. അപ്പം നമുക്ക് അതൊന്ന് അളന്നെടുക്കാം. 33 ഇഞ്ച് കറക്റ്റ് എടുക്കരുത്. മേളിൽ അരയിഞ്ച് പോകുന്നത് കൊണ്ട്, മേളിലും അരയിഞ്ച് പോകും, താഴെയും അരയിഞ്ച് പോകുന്നത് കൊണ്ട് 33 കൂടുതൽ എടുക്കണം. അരയിഞ്ച് വെച്ച് നമുക്ക് കൂട്ടി 34 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 34 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വീതി കൂടി ഒന്ന് നോക്കാനുണ്ട്. നമുക്ക് വീതി കിട്ടിയിരിക്കുന്നത് 8 ആണ്. നമുക്ക് വീതി കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് അളന്നെടുക്കാം. ഇത്രയുമാണ് നമുക്ക് 8 ഇഞ്ച് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് അടയാളപ്പെടുത്താം. പക്ഷേ 8 ഇഞ്ച് കറക്റ്റ് വെട്ടരുത്. കാരണം സൈഡിൽ 2 ഇഞ്ച് അര ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് പോകുന്നത് കൊണ്ട് നമ്മൾ 9 ഇഞ്ച് എടുക്കണം. കാരണം 2 സൈഡിലും അര ഇഞ്ച് വെച്ച് പോകുന്നത് കൊണ്ട് നമ്മൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് തന്നെ നമുക്ക് ഇവിടെ താഴത്തെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അവിടെ നമുക്കൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ ഒരു 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് മേളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 9 ഇഞ്ചും ഇതും കൂടി നമുക്കൊന്ന് കൂട്ടി വരയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ സ്ലീവ് ഒന്ന് വെട്ടാം. സ്ലീവ് വെട്ടുന്നത് ആദ്യം തുണി നമ്മൾ ഇങ്ങനെ മടക്കുക. അതിൽ നിന്ന് അതിനെ രണ്ടാമതൊന്നും കൂടെ ഇത്രയും മതി നമുക്കൊരു സ്ലീവിന്. നമ്മൾ 2 സ്ലീവ് എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിനെ മടക്കുന്നത്. 2 ആയിട്ട് നമ്മൾ മടക്കി ഇതാ നമ്മളിങ്ങനെ സ്ലീവ് വെച്ചു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 4 പീസായിട്ടാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത്. 4 പീസാണ്. 1 2 3 4 4 പീസായിട്ട് നമ്മൾ തുണി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈയുടെ ലെങ്ത്താണ്. എൻ്റെ കൈയുടെ ലെങ്ത്ത് എന്ന് പറയുമ്പോഴേക്കും 5 ഇഞ്ചാണ് കൈയുടെ ലെങ്ത്ത്. നമുക്ക് അതിനെ 5.5 ഇഞ്ചായിട്ട്, 5.5 അല്ല ഇവിടെ മടക്കേണ്ടത് കൊണ്ട് നമുക്ക് 6 ഇഞ്ച് തന്നെ എടുക്കാം. 6 ഇഞ്ചിൽ നമ്മൾ അളന്നു. നമ്മൾ ഇവിടെ ഒരു വര കൊടുത്തു. ഇനി നമുക്ക് കൈയുടെ വിട്ടാണ് നോക്കേണ്ടത്. അത് 5.5 ഇഞ്ചാണ്. നമ്മളതെടുത്തു. പിന്നെ അതിൽ 1 ഇഞ്ചും കൂടെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് വേണ്ടതുകൊണ്ട് നമ്മളതും 6 ഇഞ്ച് തന്നെ എടുത്തു. അതിവിടെ ഡോട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കറക്റ്റ് കൈയുടെ റൗണ്ട് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. ആ 5.5 ഇഞ്ച് തന്നെ നമ്മൾ മുകളിലും എടുക്കുന്നു. മുകളിലെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് കൂട്ടി 2 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയെടുക്കണം. അതും ഒന്ന് പോയിൻ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇപ്പം മൊത്തം നമ്മൾ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. ആ 7.5 ഇഞ്ചിൽ താഴേക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ 2 ഇഞ്ചും കൂടി കൂട്ടി നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആദ്യം നമ്മൾ താഴെ 5.5 ഇഞ്ചാണ് നമ്മുടെ കൈയുടെ വണ്ണത്തിൻ്റെ താഴത്തെ വണ്ണം. അത് തന്നെ നമ്മളിവിടെ 2 ഇഞ്ച് കൂട്ടി നമ്മൾ 7.5 ഇഞ്ച് എടുത്തു. ആ 7.5 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് താഴേക്ക് മാറ്റി 1 ഇഞ്ച് ഒരു ഡോട്ട് കൊടുത്തു. ആ ഡോട്ടിൽ നിന്നും 2 ഇഞ്ച് കൂട്ടി വേറെ ഡോട്ട് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഈ ഡോട്ടിൽ നിന്നും ലൈന് നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് ഈ 2 ഇഞ്ചിലേക്കും
പിന്നെ അവിടുന്ന് ഇതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആം ഹോൾസ്. പെട്ടെന്ന് ആം ഹോൾസ് കണ്ടുപിടിക്കുന്നതാണ് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ആം ഹോൾസ്. നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതിനെ ഇങ്ങനെയും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു പീസ് തുണി എടുത്തു. അതിൽ 2 ഇഞ്ച് വെച്ച് നമ്മൾ 2 ഡോട്ട് ഇട്ട് കൊടുത്തു. അതിനെ നമുക്ക് നീട്ടി വരയ്ക്കാം. ഒരു ക്രോസ് ആകൃതിയിൽ നമ്മളതൊന്ന് വരയ്ക്കാം. ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് നെക്കിന് വേണ്ടിയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നമ്മുടെ ക്രോസ് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മൾ തയ്ക്കാൻ പോകുന്ന ചുരിദാറിൻ്റെ മോഡല്. ഈ പീസ് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ചുരിദാർ. ഹായ് ഫ്രണ്ട്സ്, ഇത് വെട്ടുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പുറകെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. മസ്റ്റായിട്ടും രണ്ടാമത്തെ വീഡിയോ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എല്ലാവരും